ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാകാളി അഥവാ ഭദ്രകാളി പ്രപഞ്ചത്തിന്റെ മാതാവായ ആദിപരാശക്തിയുടെ ഉഗ്രരൂപിണിയായ ഒരു ഭാവമാണ്. അജ്ഞാനത്തെയും തിന്മകളെയും നശിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയും ഭക്തർക്ക് ജ്ഞാനവും മോക്ഷവും നൽകുകയും ചെയ്യുന്ന ശക്തിസ്വരൂപിണിയായാണ് കാളിയെ സങ്കൽപ്പിക്കുന്നത്. അതേസമയം സാധകൻ എന്നാൽ ആത്മീയമായ ഉന്നതി ലക്ഷ്യമാക്കി ഒരു പ്രത്യേക ദേവതയെയോ മന്ത്രത്തെയോ ആത്മീയ തത്വത്തെയോ ഉപാസിക്കുകയും സാധനകൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഈ സാധനകൾ മന്ത്രജപം, ധ്യാനം, യോഗ, പൂജകൾ, തപസ് എന്നിവയാകാം. ലൗകിക ജീവിതത്തിലെ സുഖങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ആത്മീയമായ പൂർണ്ണതയും മോക്ഷവും നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു സാധകൻ തന്റെ ആത്മീയ പാതയിൽ മുന്നോട്ടു പോകുന്നത്. മഹാകാളിയും സാധകനും തമ്മിലുള്ള ബന്ധം മാതാവും ശിശുവും തമ്മിലുള്ള ബന്ധത്തിന് സമാനമാണ്. ഇവിടെ സാധകൻ കാളിയെ തന്റെ അമ്മയായി കണക്കാക്കി പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ സമർപ്പണത്തിലൂടെ കാളീദേവി സാധകനെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുകയും അവന്റെ ആത്മീയ യാത്രയിൽ വഴികാട്ടിയായി വർത്തിക്കുകയും ചെയ്യുന്നു. കാളി ഉപാസനയിലൂടെ സാധകൻ തന്റെ ഉള്ളിലെ അജ്ഞാനത്തെയും ദുർഗുണങ്ങളെയും ഇല്ലാതാക്കി ആത്മീയജ്ഞാനവും ശക്തിയും നേടുന്നു. തന്ത്രശാസ്ത്രത്തിൽ കാളീദേവിയെ ഉപാസിക്കുന്ന സാധകൻ ശക്തിയും അറിവും വിദ്യയും നേടുന്നു. ഇത് ഒരു വ്യക്തിയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അതിനാൽ മഹാകാളിയും സാധകനും തമ്മിലുള്ള ബന്ധം കേവലം ഭക്തിയിലുപരിയായി ആഴത്തിലുള്ള ഒരു ആത്മീയ പരിവർത്തനത്തിന്റെ പ്രതീകം കൂടിയാണ്.